എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഈദ് ഹോളിഡേ ആയിട്ട് ഞങ്ങൾ ജബൽ ഷംസിലേക്കൊരു യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജബൽ ഷംസ് ഇവിടെ മസ്കറ്റിൽ നിന്നും ഏകദേശം 280 കിലോമീറ്ററോളം ദൂരെ ഉള്ള മസ്കറ്റിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടൻ ഏരിയയാണ്. ജബൽ ഷംസിലേക്കാണ് ഞങ്ങൾ ഇന്ന് ഹോളിഡേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ് ജബൽ ഷംസിലേക്ക് ഒരു യാത്ര പോകുന്നത്. ഇപ്പോൾ മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ നിന്നും ഇനി ഞങ്ങൾ നിസ്വ റോഡിലേക്കാണ് എക്സിറ്റ് ചെയ്യുന്നത്. നിസ്വ റോഡിൽ നിന്ന് ഞങ്ങൾക്ക് ബഹല റൂട്ടിലേക്ക് പോകണം. ഈ സമയത്തൊക്കെ മസ്കറ്റിൽ ഒരു 44-45 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ജബൽ ഷംസിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഈ ഹോളിഡേ ജബൽ ഷംസിലേക്ക് പ്ലാൻ ചെയ്യാനുള്ള കാരണവും തന്നെ ചൂട് അവിടെ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇതുവരെയും പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് ചൂടൊക്കെ എന്നുള്ളത്. മസ്കറ്റിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളിപ്പോൾ ഫഞ്ച എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഫഞ്ച എന്നാണ്. ഈ യാത്ര ചെയ്യാൻ എന്നും ഇഷ്ടമാണ്, പക്ഷെ യാത്ര ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു യാത്രാ വിവരണം. ഞാൻ പറയുന്ന യാത്രാ വിവരണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. കാരണം ആദ്യമായി വ്ളോഗ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാക്സിമം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൈമാറാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മസ്കറ്റിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം ഒരു 120 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ടാവും. യാത്ര ചെയ്ത് ബർക്കത്ത് അൽമൂസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇവിടെ ഏതെങ്കിലും ഒരു മരത്തണലിൽ അല്പം സ്ഥലം കിട്ടിയാൽ അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം. ഉച്ചയ്ക്കുള്ള ആഹാരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടി. ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു, അവിടെ ഇരുന്നു. എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിസ്വ എത്തുന്നതിന് മുമ്പ് തന്നെ തിരിഞ്ഞ് ബഹല റൂട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നിൽ കാണുന്ന വലിയ മലയുടെ മുകളിൽ ഒരു ഗ്രാമം പോലെ എന്തോ കാണുന്നുണ്ട്. അവിടെയൊക്കെ വാഹനങ്ങളൊക്കെ കയറി പോകുന്നത് കാണുന്നുണ്ട്. വളരെ ഉയരത്തിലാണ്. ആ ഒരു ഗ്രാമമാണോ ഒരാളുടെ വീടാണോ എന്നറിയില്ല, പക്ഷെ വളരെ ഉയരത്തിലാണ്.
ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കുകളൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് വാഹനങ്ങൾ മാത്രമേ റോഡിലുള്ളൂ. വലിയ തിരക്കൊന്നും ഈ പോയ വഴിക്ക് എങ്ങും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. യാത്രയിൽ ഒരുപാട് വീഡിയോ എടുത്തു. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് വീഡിയോകൾ എടുത്തു. പക്ഷേ അതിൽ ഏതൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെ ആഡ് ചെയ്യണം എന്ന് തന്നെ അറിയില്ല. എന്നിരുന്നാലും പറ്റുന്ന അത്രത്തോളം വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചുറ്റാകെ എല്ലാം വലിയ വലിയ മലനിരകളാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ തൊട്ടു മുന്നിൽ കാണുന്നത് ഒരു പള്ളിയും പള്ളിയോട് ചേർന്നുള്ള ഒരു കെട്ടിടമാണ് കാണുന്നത്. അത് വളരെ വ്യത്യസ്തമായി തോന്നി എനിക്ക്. കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച, അത് ഈ അടുത്ത് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു. പുരാതനമായിട്ടുള്ളതൊന്നുമല്ല. എന്നിട്ട് തന്നെ അതെനിക്കൊരു കൗതുകം തോന്നി. യാത്രയിലെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് തൊട്ട് മുന്നിൽ കാണുന്നത്. എന്തോ ഒരു പഴയ ഗ്രാമമാണെന്ന് തോന്നുന്നു. വളരെ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് അവിടെ കാണുന്നത്. ഞങ്ങൾ അവിടെ ഇറങ്ങാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ വാഹനം അവിടെ നിർത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ ഈ ചൂട് സീസൺ ആണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളും ഈന്തപ്പനയും ഒക്കെ കാണാനുണ്ട്. കാണുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഈ നമ്മുടെ നാട് വിട്ട് ഇവിടെ വന്ന് ഇതുപോലെയുള്ള കൃഷിയിടങ്ങളും മറ്റും കാണുമ്പോൾ നമുക്കൊരു നാടിനെ ഓർമ്മ വരുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ജബൽ ഷംസ് ചെന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണാൻ കഴിയുള്ളൂ. മുന്നോട്ടുള്ള വഴികൾ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. കുറച്ചധികം ഓഫ് റോഡ് ഉണ്ടെന്ന് ഒരു സുഹൃത്ത് അറിഞ്ഞു. എന്നിരുന്നാലും എങ്ങനെ നമുക്ക് ഓടിയെത്താൻ കഴിയുമോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഓടിയെത്താൻ കഴിയുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ വഴിയിലൊന്നും അധികം സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ജബൽ ഷംസിൽ പോകുന്നതിന് 4-wheel ഡ്രൈവ് വാഹനത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല കയറ്റങ്ങളും വലിയ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം ടാറിങ് ഇല്ല, അതിനാണ് ഓഫ് റോഡിങ് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ സാധാരണ കാറുകളും മറ്റുമൊക്കെ ജബൽ ഷംസിൽ കൊണ്ടുപോകാവുന്നതാണ്.
ഇവിടെ മുതൽ ടാറിട്ട റോഡ് തീരുകയാണ്. അതിനുശേഷം ഓഫ് റോഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇതുപോലെ മൺപാതയാണ്. ഇനി ഒരു 6 കിലോമീറ്ററോളം മൺപാതയാണ്. ഇവിടെ നിന്ന് വലതേക്ക് തിരിയുന്നതോടുകൂടി ഓഫ് റോഡ് തീരെയാണ്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ മൺപാത തീരെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ടാറിട്ട റോഡ് ഉണ്ട്. ഇവിടെ നിന്ന് മുന്നോട്ട് ടാറിട്ട റോഡുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് സഞ്ചാരികളുണ്ട്. ഇന്ന് കൂടുതലും ഹോളിഡേ ആയതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ വിദേശികളാണ് കൂടുതലും ഉള്ളത്. സ്വദേശികൾ ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം. ഞാൻ അധികം ആരെയും കണ്ടില്ല. അവിടെയുള്ള സ്വദേശികളല്ലാതെ ഇവിടുത്തെ സ്വദേശികളാരും യാത്രക്കാരായില്ല. വളരെയധികം കാറ്റും വളരെ ആഴവുമുള്ള ഭാഗങ്ങളൊക്കെയാണ്. സേഫ്റ്റി ഭാഗങ്ങളുണ്ടെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളെ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സമയം 5:30 മണി കഴിഞ്ഞു. ഇവിടെ ഈ സമയത്ത് ഒരു 26-27 ഡിഗ്രി ചൂടൊക്കെയാണ് അനുഭവപ്പെടുന്നത്. ചൂടല്ല, അത് വളരെ നല്ലൊരു കാലാവസ്ഥയാണ്. നമ്മൾ മസ്കറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ വളരെ തണുത്ത കാലാവസ്ഥയാണെന്ന് വേണം പറയാം. ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഒരു കോഫി ഷോപ്പാണ്. ഞങ്ങളവിടെ കോഫി കുടിക്കാനായിട്ട് കയറി. വളരെ നല്ലൊരു കോഫി ഷോപ്പാണ്. എല്ലാവരും വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നല്ലൊരു കോഫി ഷോപ്പാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.
ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ക്യാമ്പിംഗ് സൈറ്റിലാണ്. ഇവിടെ ചുറ്റും അത് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. അവരിന്ന് ക്യാമ്പിംഗ് സൈറ്റിൽ സ്റ്റേ ചെയ്യാൻ വന്നവരാണ്. അവരൊക്കെ അവിടെ ടെൻറ്റും മറ്റുമൊക്കെ റെഡിയാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് രാത്രി തന്നെ തിരിച്ചു മടങ്ങും. ഇവിടെയൊക്കെ മലയുടെ ദൂരെയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് യാത്രക്കാർ, ഒരുപാട് സഞ്ചാരികൾ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ ഇതുപോലെ തിരിച്ചു പോകുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഉദയവും അസ്തമയവും സമയമായിരിക്കും ഏറ്റവും നല്ലത് വന്ന് കാണാൻ. കൂടുതൽ സഞ്ചാരികളും വന്ന് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് സൂര്യോദയത്തിന് മുന്നേ എത്തി ഇവിടെ സ്റ്റേ ചെയ്ത് സൺറൈസ് കണ്ടിട്ട് പോകുന്നവരാണ് കൂടുതലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് നാളെ ജബൽ അക്തർ പോകേണ്ടതുള്ളതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ച് മടങ്ങണം. ഇന്ന് പോയി നിസ്വയിൽ പോയി സ്റ്റേ ചെയ്ത് നാളെ ജബൽ അക്തറിന് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഒരു ഫുൾ ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി വന്ന് രാവിലെ സൂര്യോദയം കണ്ട് ഉച്ചവരെ ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ 7 മണിയോടുകൂടി നിസ്വയ്ക്ക് തിരിച്ചു. വളരെ ലൈറ്റൊന്നും ഇല്ലാത്ത വഴിയാണ്. വളരെ സൂക്ഷിച്ച് വേണം തിരിച്ചു വരുന്ന സമയങ്ങളിൽ എല്ലാവരും വരാൻ. നമുക്ക് തൊട്ടു മുന്നേ പോകുന്ന യാത്രക്കാർക്ക് തിരക്കുണ്ടെങ്കിൽ അവർ സ്പീഡിന് പോയാലും പൊടി എല്ലാം പറന്നിട്ട് നമുക്ക് റോഡൊന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ. മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ആദ്യം നമ്മുടെ പുറകിലായിരുന്നു. പെട്ടെന്ന് പുള്ളി തിരക്ക് കാണിച്ചു. ഞാൻ സൈഡ് കൊടുത്തു, ഫ്രണ്ടിൽ കയറി. കുറച്ച് നേരം വളരെ സ്പീഡ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, പൊടിയും മറ്റുമൊക്കെ പറന്നിട്ട്. പക്ഷേ പിന്നീട് എന്തോ പുള്ളി തന്നെ വളരെ കെയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നമുക്ക് വിസിബിലിറ്റി ഒക്കെ കിട്ടി. മറ്റുള്ളവർക്കൂടെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചു. എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.